മഞ്ഞ് രാത്രിയാണ്. വെളിയിൽ മഞ്ഞു പെയ്തുകൊണ്ടിരുന്നു. വിറകടുപ്പ് കത്തിക്കൊണ്ടിരുന്നു. സുരേഖാദേവി തന്റെ അതേ പഴയ തുണി തച്ചുകൊണ്ടിരുന്നു. രാഗിണി കയ്യിൽ പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി, മൗണ്ട് ക്ലേസർ കാൾമൻ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ വാങ്ങണം. അവിടെ പഠിത്തം വളരെ നന്നായിട്ടുണ്ടത്രേ. നേരാണോ? പക്ഷേ അവിടെ പഠിക്കാൻ ഒരുപാട് കാശ് ചെലവാകും മോളെ. എനിക്ക് സ്കോളർഷിപ്പ് തീർച്ചയായും കിട്ടും. അഡ്മിഷൻ ഫീസ് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ ഞാനവിടെ പഠിച്ചാൽ ഈ ഗ്രാമത്തിൽ സിറ്റിയിൽ ചെന്ന് പഠിക്കുന്ന പെൺകുട്ടി ഞാൻ മാത്രമായിരിക്കും. ഞാൻ നിന്നെ തീർച്ചയായും പഠിപ്പിക്കാം മോളെ. ഇതിനു വേണ്ടി വീട് പണയം വെക്കേണ്ടി വന്നാൽ പോലും ഞാനത് ചെയ്യാം. രാഗിണി അതിശയത്തോടുകൂടി മുത്തശ്ശിയെ നോക്കി. സുരേഖാദേവിയുടെ കണ്ണുകളിൽ ഉറച്ച തീരുമാനം കാണാൻ സാധിച്ചു. തലവൻ ഒരു വലിയ കസേരയിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. സുരേഖാദേവി അവിടെ അകത്തേക്ക് വന്നു. അല്ല സുരേഖാദേവി, നിങ്ങൾ ഇവിടെയാണോ? പറയൂ, എന്താണ് കാര്യം? എനിക്ക് കടനായി കുറച്ച് കാശ് വേണം. അതിന് ഞാൻ എന്റെ വീട് പണയം വെക്കാൻ തയ്യാറാണ്. വീട് പണയമോ? ഇത്ര വർഷമായിട്ട് നിങ്ങൾ എവരുടെ അടുത്തും കടൻ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന്? എന്റെ പേരക്കുട്ടിയെ ഞാൻ നഗരത്തിലെ സ്കൂളിൽ പഠിപ്പിക്കണം. അവളെ ഒരു വലിയ ആളാക്കി തീർക്കണം. തലവൻ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അല്ല, ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പഠിച്ച് ഓഫീസറായിട്ടുണ്ടോ? എന്തിനാ നിങ്ങളുടെ വീട് പണയമായിട്ട് വയ്ക്കുന്നത്? ആദ്യമായി ഒരു പെണ്ണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് തമാശയായി തോന്നിയത്. ഒരുപക്ഷെ അവൾ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. എന്റെ വിശ്വാസം തീർച്ചയായും വെറുതെ ആവില്ല. ഞാൻ അവളുടെ പഠിത്തത്തിന് തടസ്സം നിന്നാൽ ഞാൻ അവളുടെ ഭാഗ്യത്തിന് എതിര് നിൽക്കുന്നത് പോലെയാകും. എനിക്കിതിൽ സമ്മതമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കടം തരാൻ പറ്റില്ല. സുരേഖാദേവി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ഒരു വലിയ വീടിനു പുറത്ത് സുരേഖാദേവി നിൽക്കുകയായിരുന്നു. അകത്ത് മരക്കസേരയിൽ ജമീന്ദാർ ഇരിക്കുകയായിരുന്നു. അമ്മേ, ഇത്ര വർഷങ്ങളിൽ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. പറയൂ, എന്താണ് വേണ്ടത്? എനിക്ക് കാശ് കടൻ വേണം. എന്റെ വീട് പണയം വെക്കാനും ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ വീട് പണയം വെക്കാൻ പോകുന്നോ? എന്തിനാ? എന്റെ പേരക്കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിയാണ്. നല്ല കാര്യമാണ്. എവരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഈ ഗ്രാമത്തിലെ പെൺകുട്ടി പഠിച്ച് ഓഫീസറായി മാറിയ കാര്യം? ഏതെങ്കിലും ഒരു പെണ്ണ് വന്നല്ലേ പറ്റൂ. ശരി, ഞാൻ നിങ്ങൾക്ക് കടം തരുന്നു. പക്ഷേ നിങ്ങളുടെ പേരക്കുട്ടി ഒരു പക്ഷെ തോറ്റുപോയാൽ അപ്പോൾ നിങ്ങളുടെ വീട് എപ്പോഴേക്കും എനിക്ക് സ്വന്തമാവും. ഈ എഗ്രിമെന്റിന് എനിക്ക് സമ്മതമാണ്. സുരേഖ ഒരു പത്രത്തിൽ സൈൻ ഇട്ട് നൽകി. ജമീന്ദാർ ആ പത്രത്തിനെ ചുറ്റി കയ്യിൽ വെച്ചുകൊണ്ട് ചിരിച്ചു. രാഗിണി കയ്യിൽ തന്റെ പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി കാശ് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. അവരുടെ മുഖത്ത് ചെറിയ ചിരി ഉണ്ടായിരുന്നു. മുത്തശ്ശി, എന്തു പറ്റി? നിനക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചോളൂ മോളെ. എങ്ങനെ? ഞാൻ നമ്മുടെ ഈ വീടിനെ പണയം വച്ചു മോളെ. മുത്തശ്ശി, ഇത്ര വലിയ തീരുമാനം എന്തിനാണ് എടുത്തത്? മോളെ, വീട് ചുമരുകൾ കൊണ്ടല്ല, സ്വപ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിന്റെ സ്വപ്നം നിറവേറാനായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. രാഗിണിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പുറത്ത് മഞ്ഞു പൊഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിനകത്ത് ഒരു പുതിയ വിശ്വാസത്തിന്റെ തുടക്കം കണ്ടു. ആ കോളേജ് കാണാൻ വളരെ വലുതായിരുന്നു. വിദ്യാർത്ഥികളൊക്കെ കോസ്റ്റ്ലിയായ ഡ്രസ്സസ് ഇട്ടിരുന്നു. രാഗിണി അതേ സാധാരണമായ ഡ്രസ് ഇട്ടുകൊണ്ട് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നു. കുറച്ച് വിദ്യാർത്ഥികൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. നേഹയും അവളുടെ കൂട്ടുകാരും രാഗിണിയുടെ അടുത്ത് വന്നു നിന്നു. കണ്ടോ കണ്ടോ, ഗ്രാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ സ്റ്റുഡന്റ്. അതെ, ഞാനും അറിഞ്ഞു. ഇവളുടെ മുത്തശ്ശി ഇവളെ പഠിപ്പിക്കാനായി വീട് പണയം വെച്ചത്രേ. പക്ഷെ ഇവളെങ്ങനെ ഇവിടെ പഠിക്കും? പണക്കാരരുടെ സ്കൂള്, പിന്നെ കോസ്റ്റ്ലിയായ പുസ്തകം. ഇവളിവിടെ ഒരുപക്ഷെ പാടത്ത് ജോലി ചെയ്തു ഫീസ് കെട്ടുമായിരിക്കും ഇവൾ. എല്ലാ പെണ്ണുങ്ങളും കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. രാഗിണി അവർ കളിയാക്കിയത് കൂട്ടാക്കാതെ നേരെ അകത്തേക്ക് പോയി. എല്ലാരും കൂട്ടമായി നിൽക്കുകയായിരുന്നു. എല്ലാരും ബോർഡിലിട്ടിരുന്ന പുതിയ നോട്ടീസ് വായിച്ചുകൊണ്ടിരുന്നു. രാഗിണിയും മുൻപിൽ ചെന്ന് അത് വായിച്ചു. ഫൈനൽ എക്സാം എഴുതുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വെളുത്ത സ്വെറ്റർ അണിയേണ്ടത് അത്യാവശ്യമാണ്. രാഗിണിയുടെ മുഖം ആകെ വിഷമത്തിലായി.
പുറകിലുണ്ടായിരുന്ന നേഹയും അവളുടെ കൂട്ടുകാരും വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. ഓഹോ, ഇനി എന്ത് സംഭവിക്കും? രാഗിണി, നീ ഇത് വായിച്ചല്ലോ, വെളുത്ത സ്വട്ടറിടാതെ എക്സാം എഴുതാൻ പറ്റില്ലെന്ന്. പക്ഷെ നിന്റെ കയ്യിൽ പണമില്ലല്ലോ, പിന്നെ എങ്ങനെ നീ സ്വട്ടർ വാങ്ങിക്കും? വേണമെങ്കിൽ ഒന്ന് ചെയ്യ്, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കോളൂ. രാഗിണി അവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും പറയാതെ അവിടെ നിന്നും പോയി. എന്തു പറ്റി മോളെ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമാണോ? മുത്തശ്ശി, ഫൈനൽ എക്സാം എഴുതണമെങ്കിൽ വെളുത്ത സ്വട്ടർ അണിയേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ അടുത്തേക്ക് വന്ന് രാഗിണിയെ കൊണ്ട് വേറൊന്നും സംസാരിക്കാനായില്ല. നീ വിഷമിക്കേണ്ട മോളെ, തീർച്ചയായും ഇതിനൊരു വഴി കിട്ടും. കുറച്ചു സമയം ചിന്തിച്ചു. പിന്നെ അവരുടെ കണ്ണുകളിൽ ഒരു തെളിച്ചം വന്നു. അവർ വളരെ ശാന്തമായി പറഞ്ഞു, അങ്ങനെ മലകളിൽ തീ കത്തുമെങ്കിൽ എന്തുകൊണ്ട് മഞ്ഞുകൊണ്ട് നമ്മളൊരു സ്വട്ടർ ഉണ്ടാക്കിക്കൂടാ? മുത്തശ്ശി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു പഴയ ബുദ്ധിയുണ്ട്, അത് ഇതുവരെ ആർക്കും അറിയില്ല. നമ്മുടെ മുൻഗാമികൾക്ക് മഞ്ഞ് നെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. മഞ്ഞുകൊണ്ട് സ്വട്ടർ ചെയ്യാനോ? അതെ മോളെ, അതത്ര എളുപ്പമല്ല. പക്ഷെ അത് പറ്റാത്ത കാര്യവുമല്ല. എനിക്ക് മലയിലുള്ള തണുത്ത മഞ്ഞ് ആവശ്യമാണ്, അത്രയുള്ളൂ. രാഗിണി തന്റെ മുത്തശ്ശിയെ വിശ്വാസമില്ലാതെ നോക്കി. പക്ഷേ മുത്തശ്ശിയുടെ കണ്ണുകളിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നിട്ടവർ പുറത്തേക്ക് പോയി. മഞ്ഞ് നല്ല തണുത്തുറഞ്ഞതായിരുന്നു. 4 വശത്തും മഞ്ഞ് നിറഞ്ഞിരുന്നു. സുരേഖാദേവി വിറച്ചുകൊണ്ട് മഞ്ഞുകട്ടകൾ ശേഖരിച്ചു. അവരുടെ മുഖത്ത് ഒട്ടും പേടിയില്ലായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവർ മഞ്ഞു കഷ്ണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന നൂലിൽ ചേർക്കാൻ തുടങ്ങി. അവരുടെ കൈകൾ വേഗത്തിൽ ജോലി ചെയ്തു. എന്തോ മാജിക് നടക്കുന്നത് പോലെ രാത്രി മറയാൻ തുടങ്ങി. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ വെളുത്ത സ്വട്ടറിന്റെ രൂപം വരാൻ തുടങ്ങി. മഞ്ഞിന്റെ പ്രകാശം അതിൽ നിറഞ്ഞിരുന്നു. ഏതോ മാന്ത്രിക പ്രകാശം നിറഞ്ഞതുപോലെ ഇരുന്നു. സൂര്യന്റെ ചെറിയ പ്രകാശം ആ മഞ്ഞുമലയിൽ കൊള്ളാൻ തുടങ്ങി. രാഗിണി കിടക്കയിൽ നിന്നും എണീറ്റ് ആ സ്വട്ടർ ഇട്ടതും തന്നെ അവളുടെ മുഖത്ത് ഒരു ആശ്ചര്യമുണ്ടായി. അവൾ ആ സ്വട്ടർ തൊട്ടു നോക്കി. മുത്തശ്ശി, ഇതെന്താ തണുക്കാത്തത്? ഇത് ചൂടായിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇത് വെറും മഞ്ഞു സ്വട്ടർ മാത്രമല്ല, ഇതിൽ നിന്റെ സ്വപ്നങ്ങളുടെ ചൂടുമുണ്ടെന്ന്. ശരി, വേഗമാകട്ടെ, നിനക്ക് പരീക്ഷയ്ക്ക് സമയമായി. രാഗിണി സന്തോഷത്തോടുകൂടി തന്റെ ആത്മവിശ്വാസത്തോടുകൂടിയും വീട്ടിൽ നിന്നും പോയി. സ്റ്റുഡൻസ് ഒക്കെ ലൈനിൽ നിൽക്കുകയായിരുന്നു. എല്ലാരും വെളുത്ത സ്വട്ടർ ഇട്ടിരുന്നു. നേഹയും അവളുടെ കൂട്ടുകാരും രാഗിണിയെ തേടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് രാഗിണി ഗേറ്റിനടുത്തേക്ക് വന്നത്, അതും വെളുത്ത സ്വട്ടർ ഇട്ടുകൊണ്ട്. നേഹയുടെ കണ്ണുകൾ അതിശയത്തിൽ ഉറഞ്ഞുപോയി. ഇതെങ്ങനെയാ ഇവൾക്ക് കിട്ടിയത്? ഇവൾ എവിടെ നിന്നും സ്വട്ടർ വാങ്ങിക്കാണും? ഒരുപക്ഷെ ആരിൽ നിന്നും കടം വാങ്ങിയതായിരിക്കാം. രാഗിണി ആത്മവിശ്വാസത്തോടെ ചിരിച്ചു. എന്നിട്ടൊന്നും മിണ്ടാതെ അവൾ അകത്തേക്ക് പോയി. എല്ലാരും പരീക്ഷ എഴുതുകയായിരുന്നു. ടീച്ചേഴ്സ് ചെക്കിംഗ് പോയി. പെട്ടെന്നൊരു ടീച്ചർ രാഗിണിയുടെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് അവളുടെ സ്വട്ടർ സൂക്ഷിച്ചു നോക്കി. ഇത് എന്താ സ്വട്ടറാണ്? ഇത് മഞ്ഞു പോലെ തോന്നുന്നു. പക്ഷേ ഇത് ഉരുകുന്നില്ലല്ലോ. ക്ലാസ് മൊത്തം കുഴപ്പത്തിലായി. പക്ഷേ രാഗിണി ഒന്നും ശ്രദ്ധിക്കാതെ തുടർന്ന് എക്സാം എഴുതിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ആലമരത്തിനടിയിൽ വന്നു നിന്നു. സുരേഖാദേവിയും അവിടേക്ക് വന്നു. അവരുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതായത് രാഗിണി പറഞ്ഞു, അവളുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടായിരുന്നു. മുത്തശ്ശി, 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 ഞാൻ ടോപ്പിലെത്തിക്കഴിഞ്ഞു മുത്തശ്ശി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അതിശയിച്ചു പോയി. അവർ പിറുപിറുക്കാൻ തുടങ്ങി. എന്താ, നേരാണോ? ഇവൾ തോറ്റു പോകുമെന്നാണോ ഞങ്ങൾ വിചാരിച്ചത്? ഞാൻ പോലും ഇവളുടെ മുത്തശ്ശിനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവൾ ഇന്ന് കോളേജിൽ മുതലിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ജമീന്ദാർ അവിടേക്ക് വന്നത്, കയ്യിൽ പത്രത്തോടു കൂടി. അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ചും ആ പണയം വെച്ച പത്രം കീറിയിട്ടു. സുരേഖാദേവി, ഇപ്പോൾ ഈ വീട് നിങ്ങൾക്കാണ് സ്വന്തം. നിങ്ങളുടെ പേരക്കുട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാരും കൈ തട്ടാൻ തുടങ്ങി. മുത്തശ്ശി, ഞാൻ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ഈ വിജയം എന്റേതല്ല, നിങ്ങളുടേതാണ്. മഞ്ഞ് എത്ര വേണമെങ്കിലും തണുത്തതായിരിക്കാം. പക്ഷെ ആർക്കെങ്കിലും അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് നല്ലതേ നടക്കൂ. ഇതിനാണ് മഞ്ഞു സ്വട്ടർ എന്ന് പറയുന്നത് മോളെ. രാഗിണി സന്തോഷത്തോടെ തന്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു.